അങ്ങനെ വി ഡി സതീശൻ മുഖ്യമന്ത്രി പൂക്കി. ഇപ്പം മലയാളത്തിൽ ഇപ്പോൾ ഒരുപാട് വാക്കുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. പൂക്കി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള, തേച്ചു, ഒട്ടിച്ചു, ഇങ്ങനെ കുറേ പദങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പൂക്കി. അപ്പോൾ വി ഡി സതീശൻ പൂക്കിയിരിക്കുകയാണ്. ആരെയാ പൂക്കിയത്? ന്യൂജൻസ്, ഇസഡ് ജെന്നിനെ പൂക്കി. കാരണം ഇലക്ഷൻ സമയത്ത് ഇസഡ് ജെന്നിൻ്റെ ഒരു ആവശ്യമായിരുന്നു വാഹനം മോഡിഫിക്കേഷൻ നടത്തുക എന്നുള്ളത്. ചെറിയ ചെറിയ വ്യത്യാസം വരുത്തി വാഹനം കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ബമ്പർ വയ്ക്കുക, പിന്നെ ലൈറ്റ് വയ്ക്കുക, അങ്ങനെ കളർ മാറ്റുക, മൾട്ടി കളർ അടിക്കുക, ഇങ്ങനെ കുറച്ച് പിന്നെ ഓപ്പൺ ആക്കുക, ഇങ്ങനെ പല പല അഭ്യാസങ്ങളുണ്ട് വാഹനത്തിൽ. അങ്ങനെ വാഹനത്തിൽ ചെറിയ ചെറിയ പിന്നെ ലൈറ്റ് കത്തിയില്ലെങ്കിലും ലൈറ്റ് വയ്ക്കുക, മോക്ക് ലൈറ്റ് വയ്ക്കും, ലൈറ്റ് കത്തത്തില്ല, ലൈറ്റ് ഇരിക്കും, പിന്നെ വലിയ ലൈറ്റുകൾ വയ്ക്കുക, ഇങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് ഈ വാഹന പരിഷ്കാരത്തിൽ. ഇതിൻ്റെ മോഡിഫിക്കേഷൻ നടത്തുന്നത് നല്ലതാണ്, അല്ലെ നടത്തണമെന്നൊരു ഡിമാൻഡ് ന്യൂജൻ്റെ എന്ന് വന്നു. കാരണം അവർക്ക് ഇഷ്ടമാണ് ഇത് വാങ്ങുക, പിന്നെ വാഹനം മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതിന് പിന്നെ ഒരനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരുന്നു അധികാരത്തിൽ വന്നാൽ അത് പരിശോധിക്കുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ നമ്മുടെ കെ ബി ഗണേഷ് കുമാർ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി കളിയാക്കി, ഒരുപാട് സ്ഥലങ്ങളിൽ കളിയാക്കി, ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഇൻസ്റ്റഗ്രാമിലിട്ടു, വലിയ കളിയാക്കലാണ് നടത്തി. അതായത് കേന്ദ്ര നിയമമാണ് ഈ വാഹനങ്ങളെ കാര്യം, അത് സംസ്ഥാനത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല, ആ നിയമം അറിയാതെയാണ് വി ഡി സതീശൻ പറഞ്ഞത്, യുവജനങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് എന്നൊരു കമൻറ്റ് വന്നു. യഥാർത്ഥത്തിൽ സംഭവം ഇപ്പോൾ പൂക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രവേശനോത്സവത്തിൽ പൂക്കി എന്ന് പറയുന്ന ഡയലോഗ് വെച്ചുകൊണ്ടായിരുന്നു കുട്ടികളുടെ പാട്ടിറങ്ങിയത്. വീണ്ടും നമ്മുടെ സതീശൻ പൂക്കിയിരിക്കുകയാണ്, പൂക്കി സതീശനായിരിക്കുകയാണ്. നുണയൻ സതീശൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതെല്ലാം പോയി പൂക്കി സതീശനായിട്ടുണ്ട്. എന്തായാലും 18 ഐറ്റം ഇത് ചെയ്യാം, ആൾട്ടർ ചെയ്യാം, മോഡിഫിക്കേഷൻ വരുത്താമെന്നുള്ള ഒരു തീരുമാനം മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് MVDമാരുടെ റിപ്പോർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഏകദേശം 18ഓളം ഐറ്റങ്ങൾ തിരുത്താൻ പറ്റും. ഈ വാഹന നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ, കേന്ദ്ര വെഹിക്കിൾ ആക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ഒരു 18ഓളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമാണ്, രസകരമായിട്ടുള്ള തീരുമാനമാണ്. എന്തായാലും ന്യൂജെന്നെ കയ്യിലെടുക്കാനുള്ള ഒരു തീരുമാനമായിട്ട് വരുന്നു. 18 ഐറ്റം വാഹനങ്ങളിൽ 18 ഇനം പരിഷ്കാരങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ളതാണ് വളരെ കൃത്യമായ ഒരു ചോദ്യമായി വന്നിരിക്കുന്നത്. രസകരമാണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ. അപ്പോൾ വളരെ വലിയ ഒരു രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. വി ഡി സതീശൻ്റെ പുതിയ തീരുമാനം വന്നിരിക്കുന്നു. ആ തീരുമാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനമാണ്, അതായത് ഈ പൂക്കി തീരുമാനമെന്ന് നമുക്ക് പറയാം, പൂക്കിയ ഡിസിഷൻ എന്ന് പറയാം, വിസ്മയ തീരുമാനങ്ങളെന്ന് പറയാം. വിസ്മയമാണ് വി ഡി സതീശൻ, പൂക്കിയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ വലിയൊരു തീരുമാനം വരാൻ പോകുന്നു, തീരുമാനിച്ചിട്ടില്ല പക്ഷെ വരാൻ പോകുന്നു. 18 ഇനങ്ങൾ വാഹനത്തിൽ ആൾട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ കാറുകളിലാണ് കൂടുതലും ഇത് വരുന്നത്, പിന്നെ ബൈക്കിലും കാറിലുമാണ് കൂടുതൽ ആവേശം വരുന്നത്. അപ്പോൾ അതിലാവശ്യം സ്റ്റിക്കർ ഒട്ടിക്കുക, അതുപോലെ തന്നെ അകത്ത് അത് ഇടയ്ക്ക് മാറ്റിയിരുന്നു, അകത്ത് കർട്ടൻ ഇടുക, അത് മാറ്റിയിരുന്നു, ഇങ്ങനെ പലതും മാറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. കാരണം തീർച്ചയായിട്ടും വളരെ വലിയ ഒരു മാറ്റം ഈ വാഹനങ്ങളിൽ വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളിലുമല്ല, താല്പര്യമുള്ളവർക്ക് സ്വകാര്യ വാഹനങ്ങളിൽ ആവശ്യമായ ആൾട്ടറേഷൻ, മോഡിഫിക്കേഷൻ വരുത്താനുള്ള തീരുമാനമെടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നിയമങ്ങൾ അറിയാഞ്ഞിട്ടാണോ കെ ബി ഗണേഷ് കുമാർ അഭിപ്രായം പറഞ്ഞതെന്നൊരു ചോദ്യമുണ്ട്. അതേ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ ഇപ്പോഴും CMന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? ഒരേ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ? അപ്പോൾ നേരത്തെ പറ്റില്ല, ഇപ്പോൾ പറ്റും, അതെങ്ങനെയാണ്? കേന്ദ്ര ഗവൺമെൻറ് നിയമം വല്ലതും മാറ്റിയോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിക്കാതെ, അതോ LDF ഗവൺമെൻറ്റിനെ പിന്നെ സഹായിച്ച ഉദ്യോഗസ്ഥന്മാർ വേറെ ഉപദേശം കൊടുത്തു, UDFലായപ്പോൾ ഉപദേശം മാറിയോ, വിവരം വെച്ചോ ഉദ്യോഗസ്ഥർക്ക് എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും കാർ മോഡിഫിക്കേഷൻ നടത്താൻ പറ്റും എന്നാണ് പറയുന്നത്. കാറും ബൈക്കും എല്ലാം അങ്ങനെ 18 ഐറ്റത്തിൽ മോഡിഫിക്കേഷൻ നടത്താൻ പറ്റും. അതിനുള്ള തീരുമാനം കൊടുത്താൽ ന്യൂജൻ ഒന്നിച്ച് കൈയടിച്ച്, ഇസഡ് ജെൻ ആളുകളെല്ലാവരും കൈയടിച്ചുകൊണ്ട് തന്നെ അരകൂടെ നിൽക്കും. നമ്മുടെ പൂക്കി സതീശൻ്റെ കൂടെ നിൽക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരിക്കൽ കൂടി പൂക്കി പൊക്കിയിരിക്കുകയാണ്.